പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. മിശിഹായിൽ പ്രിയമുള്ളവരെ, പന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായുള്ള 7ാമത്തെ ദിവസത്തെ നൊവേനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 55-ാം അധ്യായം 22-ാം വാക്യം: നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഈ നിമിഷം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചിന്തകളും ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളും തമ്പുരാൻ്റെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്നേ ദിവസം വളരെ പ്രത്യേകമായി പരിശുദ്ധാത്മ ദാനമായ ദൈവഭയത്തിനായി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്തിൽ നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ. അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയാനും നല്ലത് രുചിച്ചറിയാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സിഹിയോൻ ഊട്ടുശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും ശ്ലീഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേലും ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരണമേ. ആമേൻ. തിരുവചസ്സിൻ ചുരുളഴിയുകയായി, തിരുഹിതമെൻ മനസ്സറിയുകയായി. തിരുവചസ്സിൻ ചുരുളഴിയുകയായി, തിരുഹിതമെൻ മനസ്സറിയുകയായി. സുവിശേഷം പാഥേയം
ഹല്ലേലൂയ ഹല്ലേലൂയ അകത്താരിൽ വരവേൽക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 7-ാം അധ്യായം 37 മുതലുള്ള തിരുവചനങ്ങൾ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ പ്രിയമുള്ളവരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയാനുള്ള ഒരു രഹസ്യം വളരെ വ്യക്തമായി ഇവിടെ നൽകുന്നുണ്ട്. എന്താണ് ആ രഹസ്യം? ആത്മാർത്ഥമായി ദാഹിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം തിരുവചനം, നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക തന്നെ ചെയ്യും. ആത്മീയമായ ഒരു വിശപ്പ്, ആത്മീയമായ ഒരു ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1121 ഖണ്ഡികയിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: മാമോദീസ, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം എന്നീ കൂദാശകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ ആത്മാവിൽ മായ്ക്കപ്പെടാനാവാത്ത ഒരു മുദ്ര പതിച്ചിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട് എന്ന ആഴമേറിയ ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ചാരം മൂടിയ ഒരു കനലിന് തുല്യമാണത്. പാപം നിറഞ്ഞ ചാരത്തെ നീക്കം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കനലാകുന്ന പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയാൻ നമുക്ക് കഴിയും. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരിയിലാണ് എൻ്റെ ഫിലോസഫി പഠനം പൂർത്തിയായത്. 2006 ഈ സംഭവം. ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ അച്ഛന്മാരും കൂടെയുള്ള ബ്രദേഴ്സ് എല്ലാവരും കൂടെ പുഴയിൽ കുളിക്കാനിറങ്ങി. കുളിക്കുന്നതിനിടയിൽ എൻ്റെ ഒരു സുഹൃത്ത് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. അവനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛന്മാരെടുത്ത് വെള്ളത്തിലേക്ക് ചാടി. ഞാൻ ഈ സമയം പുഴയുടെ തീരത്ത് നിൽക്കുകയായിരുന്നു. എനിക്കൊരു കൗതുകം, ആരാണ് വെള്ളത്തിൽ വീണത്? അവനെ രക്ഷിക്കുന്നത് ഒന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും പതുക്കെ സാവധാനം പുഴയിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് എൻ്റെ കാൽ വഴുതി ഞാൻ വെള്ളത്തിലേക്ക് പോയി. ഒരു കുഴിയിലാണ് ഞാൻ അകപ്പെട്ടത്. ആ സമയത്ത് എൻ്റെ മനസ്സിലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, നീന്തൽ അറിയാം, എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിയും. എൻ്റെ തൊട്ടടുത്ത് ബ്രദേഴ്സ് പുറംതിരിഞ്ഞ് നിൽപ്പുണ്ട്. അവരെന്നെ കാണുന്നില്ല. ഞാൻ പതുക്കെ അവരെ വിളിക്കാൻ വേണ്ടി സ്വരമുയർത്തി. എന്നാൽ ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു. എൻ്റെ നാവിൽ നിന്ന് ഒരു സ്വരം പോലും പുറത്തേക്ക് വരുന്നില്ല. എൻ്റെ തൊണ്ടയിൽ ആരോ പിടിച്ച് വലിക്കുന്നത് പോലത്തെ ഒരനുഭവം. ഞാൻ വീണ്ടും ചിന്തിച്ചു, എനിക്ക് കരമുയർത്തി അവരെ ഒന്ന് വിളിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ കരമുയർത്താൻ നോക്കിയപ്പോൾ വെള്ളത്തിനടിയിൽ നിന്ന് ഏതോ ഒരു അദൃശ്യ ശക്തി എൻ്റെ കരങ്ങളെ താഴേക്ക് വലിക്കുന്നത് പോലെ വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നി. ഞാൻ സാവധാനം വെള്ളത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരുന്നു. മരണത്തെ മുഖാഭിമുഖം കണ്ട ഒരു നിമിഷം. വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരിയേറെ വെള്ളം കുടിച്ചു. എൻ്റെ മനസ്സിലേക്ക് 3 ചിന്തകളാണ് ആ സമയം എന്നെ വേട്ടയാടിയത്. ഒന്നാമതായി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, ഞാൻ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ ആ നിമിഷം ഓർത്തു. രണ്ടാമതായി, എനിക്കൊരു പുരോഹിതനാകാൻ പറ്റുകയില്ലല്ലോ എന്നുള്ള നൊമ്പരം എന്നെ വേട്ടയാടി. മൂന്നാമതായി, വെള്ളത്തിനടിയിൽ കിടന്നുകൊണ്ട്
കരഞ്ഞുകൊണ്ട് ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ നീ എന്നെ ഉപേക്ഷിക്കരുതേ. തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു സുഹൃത്ത് എൻ്റെ തലമുടിയിൽ വലിച്ചു പിടിച്ച് എന്നെ കരയിലേക്ക് വലിച്ചിട്ടു. പ്രിയമുള്ളവരെ, വെള്ളത്തിൽ കിടന്ന് ഞാൻ ജീവന് വേണ്ടി എത്രമാത്രം ദാഹത്തോടെ പ്രാർത്ഥിച്ചോ അത്രമാത്രം തീഷ്ണതയോടെ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക തന്നെ ചെയ്യും. തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക, ദാഹത്തോടെ പ്രാർത്ഥിക്കുക, വിശപ്പോടെ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കടന്നു വരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. വീണ്ടും സങ്കീർത്തനത്തിന്റെ പുസ്തകം 42-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ പറയുന്നുണ്ട്, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു, എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഈ ദാഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഈ നിമിഷം നമ്മുടെ കൊച്ചു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു മനഃശാസ്ത്രമാണ്, രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നാം അവസാനമായി എന്താണോ ചിന്തിക്കുന്നത് അതേ ചിന്തയാണ് തൊട്ടടുത്ത ദിവസം പ്രഭാതത്തിൽ ഉണരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഇനിയുള്ള രാത്രിയിൽ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് 1 മിനിറ്റ് നേരമെങ്കിലും പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? തൊട്ടടുത്ത ദിവസം പ്രഭാതത്തിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ചിന്ത പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരിക്കും. ആ ഒരു ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മാറ്റിമറിക്കും. ആകയാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പൂർവ്വപിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റിയ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ പരിത്യജിച്ച് ദൈവഭയത്തിൽ ജീവിക്കുന്നതിനും അതുവഴി പ്രകാശിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകുന്നതിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. അനുദിനം ദൈവഭയത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത പരിശുദ്ധ അമ്മയുടെ പ്രിയപുത്രനായ മിശിഹായെ, ഞങ്ങളുടെ പാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾ മോചിതരാകാൻ അനുദിനം ദൈവത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ഉയർപ്പിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് അവിടുത്തെ ജീവിതവും മരണവും മഹത്വപ്പെടുത്തി വിശ്വസ്തയോടെ ജീവിക്കാനായി അനുദിനം ദൈവഭയത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രക്ഷയുടെ സദ്വാർത്ത ലോകമെങ്ങും അറിയിക്കാനായി സ്ലിഹന്മാരെ തിരഞ്ഞെടുക്കുകയും എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്ത കർത്താവേ, അനുദിനം ദൈവഭയത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് സ്ഥാപിച്ച സഭയെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും അതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞ് രക്ഷയുടെ ദൗത്യത്തിൽ പങ്കുചേരാനുമായി അനുദിനം ദൈവഭയത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സഭാംഗങ്ങളെല്ലാവരും കൗദാശിക ജീവിതത്തിൽ അടിസ്ഥാനമിട്ട് മുന്നേറാനായി അനുദിനം ദൈവഭയത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഓ പരിശുദ്ധ മാതാവേ, എൻ്റെ അമ്മേ, ഞാൻ പാപവഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറിയ തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ. പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തുമാറ്റി എസെക്കിയേൽ പ്രവാചകം വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരണമേ. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും. ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എന്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും.
അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. പരിശുദ്ധയും സ്നേഹനിധിയുമായ എന്റെ അമ്മേ, പരിശുദ്ധാത്മാ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ. ദൈവമേ, അങ്ങയോടും മറ്റുള്ളവരോടും ഞങ്ങളോട് തന്നെയും വിശ്വസ്ത പുലർത്താൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലായ്പ്പോഴും സത്യം മാത്രം പറയാനും താഴ്മയോടെ വർത്തിക്കാനും മറ്റുള്ളവരെ വിധിക്കാതെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായവരെ കരുതാനും ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ ബലഹീനതയിൽ അങ്ങ് ഞങ്ങൾക്ക് ബലം പകരണമേ. ഞങ്ങളെ സ്നേഹിക്കുന്നവരും ഞങ്ങൾ സ്നേഹിക്കുന്നവരുമായ ആരെയും വേദനിപ്പിക്കാതെ അവർക്കായി ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയുള്ളവരായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് ഈ നിമിഷം നമ്മെ തന്നെ പുനമായി പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പുത്ര ലോകവിമോചക, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ, ഏകദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ലോകത്തിന്റെ മുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. തീനാളത്തിന്റെ രൂപത്തിൽ ശിഷ്യരുടെ മേൽ വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. സഭയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. കുദാശകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കൃപ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. എളിമയുടെ ആത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ക്ഷമയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നന്മയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കരുണയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഐക്യത്തിന്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സഭയുടെ സംരക്ഷക, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സഹനത്തിൽ ആശ്വാസമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിത്യപ്രകാശമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ജീവന്റെ ഉറവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പ്രവാചകന്മാരുടെ പ്രചോദനമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അപസ്വരന്മാരുടെ ഗുരുവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. രക്തസാക്ഷികളുടെ ശക്തിയുടെ ഉറവിടമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ, അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ. അവിടുന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനവും ജീവന്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ്. അഗ്നിയും സ്നേഹവുമാണ്. അങ്ങുന്ന പിതാവിൻ്റെ വാഗ്ദാനവുമാണ്. 7 ദാനങ്ങളുടെ ദാതാവാണ്. അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ. വിശുദ്ധിയോടെ ചിന്തിക്കാനും വിനയത്തോടെ സംസാരിക്കാനും വിവേകത്തോടെ പ്രവർത്തിക്കാനുള്ള വരം നൽകണമേ. സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കാനും സംശയങ്ങളെ ദൂരീകരിക്കാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങേ കാണാനും അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.